സന്ധ്യയാകാറായി അല്ലേ? സന്ധ്യയാകാറായി. ഈ സമയത്ത് ഞാനൊരു കാര്യം ഓർത്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഡിസിപ്ലിനെ കുറിച്ച്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഡിസിപ്ലിൻ കുഞ്ഞുകാലത്ത് നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിക്കും, അച്ഛനമ്മമാർ ഡിസിപ്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും. പക്ഷെ നമ്മളൊരിക്കലും അത് അന്നൊന്നും അത്രയും കാര്യമായിട്ട് ചിന്തിച്ചില്ല. അതായത് യൂണിഫോം ഇട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മുതിർന്നവരോട് സംസാരിക്കുന്നതിനെക്കുറിച്ചൊക്കെയല്ലേ നമ്മളെ ഡിസിപ്ലിൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് പ്രായമാകും തോറും നമ്മൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഡിസിപ്ലിൻ അതൊക്കെ വെറും സാമ്പിൾ, കഴിഞ്ഞു പോയതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ടാണെന്നും ഇനിയുള്ളതാ ഭയങ്കര സാധനമെന്നും പിന്നെ എനിക്ക് മനസ്സിലായത്. കാരണം ഉണ്ടല്ലോ, നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട സമയത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എന്ത് കാര്യം ചെയ്യാൻ കൃത്യസമയത്ത് ചെയ്യാൻ നമ്മുടെ മക്കളെ ആണേലും നമ്മളാണേലും അത് ശീലമാക്കി വെക്കണം. അല്ലാണ്ട് പിന്നെ ആട്ടെ നാളെ ആട്ടെ എന്നും പറഞ്ഞ് ഇരിക്കുന്ന ആ സ്വഭാവം നമ്മൾ മാറ്റണം. പിന്നെ രണ്ടാമത്താണ് ആരോഗ്യത്തിലൊരു ഡിസിപ്ലിൻ. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ കണ്ട അസുഖത്തിലെല്ലാം ചെന്ന് ചാടും. ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ എന്നിപ്പോൾ ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ അതായത് കൃത്യസമയത്ത് നമ്മൾ ശരീരമൊക്കെ ഒന്ന് ചെക്കപ്പ് നടത്തുകയും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്താൽ അതിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ നമ്മളൊരു നല്ല വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കുറച്ചാൾ ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ കൃത്യമായി സർവീസൊക്കെ ചെയ്യും. എന്നാൽ നമ്മൾ നമ്മുടെ ശരീരം അതുപോലെ ചെയ്യുന്നുണ്ടോ? ഒരു ചെക്കപ്പ് നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ നമുക്ക് എന്ത് മടിയാ അല്ലേ? അതേപോലെ വണ്ടിയിൽ നമ്മൾ ഡീസലിന് പകരം പെട്രോൾ ഒഴിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ കൃത്യമായിട്ടല്ലേ വണ്ടി കൊണ്ടു നടക്കണേ. അതുപോലും നമ്മുടെ ശരീരത്തില്ല. വണ്ടിയേക്കാളും വിലയുള്ള നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നമ്മൾ ഓരോന്ന് അല്ലെങ്കിൽ മുട്ടിൻ്റെ ചിരട്ടയൊന്ന് മാറ്റി വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഓരോ അവയവത്തിന് എന്തെങ്കിലും പറ്റുമ്പോഴല്ലേ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ മൂന്നാമത്താണ് സാമ്പത്തിക അച്ചടക്കം ഇല്ലെങ്കിൽ ജീവിതം പണി പാളും. കാരണം സാമ്പത്തികം എന്ന് പറഞ്ഞാൽ വരുന്നതും നമ്മളറിയില്ല, പോകുന്നതും അറിയില്ല. നമുക്കൊരു കൃത്യമായ കണക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം ബാധിക്കും. അതുകൊണ്ട് അതിനകത്തൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എത്ര രൂപ വരുന്നു, എത്ര രൂപ പോകുന്നു എന്ന് നമുക്കൊരു വരവ് ചെലവ് കണക്കെഴുതാൻ ഓർത്തിരിക്കണം. എപ്പോഴും നമുക്കതിലൊരു കണ്ണുണ്ടായിരിക്കണം. നാലാമത്താണ് സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ. നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിലും നമ്മൾ തമ്മിലും നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിലുമൊക്കെ നല്ല ബന്ധത്തിൽ നമ്മളിരിക്കണം. അതിനകത്ത് നിർത്തേണ്ട സ്ഥാനത്ത് സുഹൃത്തുക്കളെ നിർത്തുക. എല്ലാത്തിലും ഒരു പരിധി വെക്കണം. കുടുംബ ബന്ധത്തിലാണെങ്കിലും മറ്റുള്ള സുഹൃത്ത് ബന്ധങ്ങളിലാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു അതിർവരമ്പ് വെച്ച് അതിലൊരു ഡിസിപ്ലിൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ നമ്മളെല്ലാം കൊണ്ട് സന്തോഷവാന്മാരാകാൻ ഇനി ശ്രമിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.